Hello guys, welcome back to Vision Magics. It's me Don Milton. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിരാൻ പോകുന്നത് ഒരു കാർഡ് ട്രിക്കാണ്. അതായത് നിങ്ങൾ പല TV ഷോസിലൊക്കെ കണ്ടാണ്. അതായത് മെജിഷ്യൻ സ്പെക്ടേറ്ററിൻ്റെ അടുത്തൊരു കാർഡ് എടുക്കാൻ ആവശ്യപ്പെടും. ആ ഒരു കാർഡ് മെജിഷ്യൻ്റെ ഷൂസിൽ നിന്ന് എടുക്കുന്ന ട്രിക്കാണ്. അതുപോലെ തന്നെ ഈ ഒരു ട്രിക്കിന് ഒരു സർപ്രൈസിങ് ആയ ഒരു എൻഡിങ് കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനമായിട്ട് കാണുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. സോ ലെറ്റ്സ് ബിഗിൻ. ഗൈസ്, ഞാൻ ഫസ്റ്റ് ഈ ഒരു ട്രിക്ക് പെർഫോം ചെയ്യാൻ ശേഷം എൻ്റെ സീക്രട്ട് റിവീൽ ചെയ്യുന്നതാണ്. ഞാൻ ഫസ്റ്റ് എൻ്റെ കയ്യിൽ സാധാ പാക്ക് ഓഫ് കാർഡ്സ് ഉണ്ട്. എല്ലാ കാർഡും ഡിഫറെൻ്റ് ആണ്. ഞാൻ ഫസ്റ്റ് ഈ കാർഡൊന്ന് ശരിക്കും മിക്സപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ശരിക്കും ഒന്ന് മിക്സപ്പ് ചെയ്തു. ഇനി ഒരു പ്രാവശ്യമോടെ മിക്സപ്പ് ചെയ്യാണ്. ഓക്കെ, കുറച്ച് കട്ട്സ് നമുക്ക് കൊടുക്കാം. കുറച്ച് കട്ട്സ് കൂടെയും ഇതിൻ്റെ ഒപ്പം കൊടുത്തിട്ട് ഓക്കെ. ഇനി നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സ്റ്റോപ്പ് പറയാം. ഓക്കെ, പറഞ്ഞു സ്റ്റോപ്പ്. ഓക്കെ, കാർഡ് എടുത്ത് നോക്കാം. കണ്ടോ? ഇനി ഓഡിയൻസ് കാണിച്ചു കൊടുക്കാം. ഓക്കെ, വെച്ചോ. അപ്പോൾ ഇവന് ഇഷ്ടമുള്ളൊരു കാർഡ് ചൂസ് ചെയ്തു. ഇഷ്ടമുള്ള സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തു. കംപ്ലീറ്റ്ലി മിക്സ്ഡപ്പ് ആയ ഒരു കാർഡ്സാണ്. ഇനി നോക്കിക്കോ, 1 2 3 സ്നാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നോക്കിക്കോ, ഇതിൽ ഇവൻ്റെ കാർഡ് കംപ്ലീറ്റ്ലി വാനിഷ് ആയേക്കാണ്. ഇതിൻ്റെ അകത്തില്ല. ഓക്കെ, നോക്കിയോ. ഇനി ആക്ച്വലി കാർഡ്സ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സ്ഥലത്താണ്. അതായത് എൻ്റെ ഷൂസിൻ്റെ അകത്താന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കത്തില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നോക്കിയോ, ഇത് ഞാൻ വന്നപ്പോൾ തുടങ്ങി എൻ്റെ കാലിലുണ്ടായിരുന്ന ഷൂസാണ്. ഓക്കെ, എൻ്റെ കയ്യിലൊന്നുമില്ല. ഓക്കെ, കയ്യിലൊന്നുമില്ല കേട്ടോ. ഞാൻ കണ്ടോ, ഞാൻ ടച്ച് ചെയ്തിട്ടില്ല ഷൂസിൽ. ഇതിൻ്റെ അകത്ത് ഒരു കാർഡ് ഇരിക്കുന്നുണ്ടോ? ഓക്കെ, ആണല്ലോ. ഓക്കെ, ആ കാർഡ് ഏതാണെന്ന് പുറത്തേക്ക് എടുത്തേ, കാണിച്ചു നോക്കി. അതാണ് എൻ്റെ കാർഡ്. അതാണ് എൻ്റെ കാർഡല്ലേ? നോക്കി. അതുപോലെ തന്നെ വേറൊരു ഫൈനൽ ഒരു ട്രിക്ക് കൂടി ഉണ്ട് ഇതിന്. അതായത് ഈ ഷൂസ് ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ. ഓക്കെ ഓക്കെ, ഇതിൻ്റെ അടിയിൽ വല്ല ഹോൾസോ കാര്യങ്ങളെല്ലാം ഉണ്ടോ? ഒന്നുമില്ല. ഇല്ലല്ല. നോക്കി, കൈ കാണിച്ച് നോക്കി. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു പെർഫ്യൂമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം എന്ത് വേണമെങ്കിലും വരുത്താം. ക്യാൻസോ എന്തെങ്കിലും ഇതിന് പകരമായിട്ട് വരുത്താവുന്നതാണ്. അതാണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എൻഡ് ചെയ്യാവുന്ന ട്രിക്കാണ്. ഓക്കെ ഗൈസ്, ഈ ഒരു ട്രിക്കിൻ്റെ സീക്രറ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ട്രിക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി മാജിക് ട്രിക്സ് ഒക്കെ പെട്ടെന്ന് തന്നെ ലഭിക്കാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നേരെ ഇതിൻ്റെ സീക്രട്ട് എന്താണെന്ന് പഠിക്കുക. ഗൈസ്, ഈ ഒരു ട്രിക്ക് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ വളരെയധികം കുറേ അന്വേഷിച്ചൊരു ട്രിക്കാണ്. അതായത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു ട്രിക്കാണ്. അതായത് പല മനുഷ്യന്മാരും ചെയ്യണുണ്ടപ്പോൾ എനിക്ക് വളരെയധികം അത്ഭുതമായിട്ട് തോന്നി ആ സമയത്ത്. പിന്നെ ഇതിൻ്റെ ട്രിക്ക് അറിഞ്ഞപ്പോൾ വളരെ എളുപ്പമാണെന്നുള്ള കാര്യം മനസ്സിലായി. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നൊരു ട്രിക്കാണ്. അപ്പോൾ ഇതിൻ്റെ സീക്രട്ട് വളരെ എളുപ്പമാണ്. അതായത് ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കാർഡ് ഫോഴ്സിങ് ടെക്നിക്കാണ്. അതായത് എൻ്റെ കയ്യിൽ ഞാൻ ഇവിടെ 9 ഓഫ് ഹാർട്സ് ആണ് ഫോഴ്സ് ചെയ്യാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ 9 ഓഫ് ഹാർട്സിൻ്റെ 2 കാർഡ്സ് ഉണ്ട്. ആ ഒരു കാർഡ് എൻ്റെ ഷൂസിൽ ഒരെണ്ണമുണ്ട്. അതുപോലെ എൻ്റെ പാക്കിൽ ഒരെണ്ണം ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് 2 ടൈപ്പ് ഫോഴ്സ് ഇവിടെ യൂസ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോഴ്സ് ചെയ്യാം. ഞാൻ ഇവിടെ ചെയ്തേക്കുന്നത് റിഫിൾ ഫോഴ്സ് ആണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിപ്പിച്ചിട്ടാണ് റിഫിൾ ഫോഴ്സ് പഠിപ്പിക്കും. ഞാൻ ഇവിടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു ടെക്നിക്കാണ് ഹിന്ദു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. അത് ആക്ച്വലി 9 ഓഫ് ഹാർട്സ് എന്ന് പറഞ്ഞ കാർഡ് ഏറ്റവും പുറകിലാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫേക്ക് ഷഫിൾ, ഫോൾ ഷഫിളും കാര്യങ്ങളൊക്കെ ചെയ്തു. ഓക്കെ, സ്റ്റിൽ കാർഡ് 9 ഓഫ് ഹാർട്സ് താഴെ തന്നെയാണ്. ഫോൾ ഷഫിളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോയിൽ പഠിപ്പിച്ചു തരാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയുള്ളൂ. അതായത് 9 ഓഫ് ഹാർട്സ് ഫസ്റ്റ് താഴെ വയ്ക്കുക. നിങ്ങൾ ഫസ്റ്റ് എല്ലാ കാർഡും കാണിച്ചു കൊടുക്കുക, ഡിഫറെൻ്റ് ആണെന്ന് കാണിച്ചു കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയുള്ളൂ. ഹിന്ദു ഫോഴ്സ് ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ. അതായത് ഞാനിങ്ങനെ റിഫിൾ ചെയ്തില്ലേ, റിഫിൾ ചെയ്ത് സ്റ്റോപ്പ് പറയാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പറയാം. ഞാൻ ഇങ്ങനെ കുറച്ച് താഴെ നിന്ന് ഇപ്പം 9 ഓഫ് ഹാർട്സ് താഴെ ഉണ്ട്. ഇനി നിങ്ങൾ പറയേണ്ടത് ഞാൻ ഷഫിൾ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സ്റ്റോപ്പ് പറയാൻ പറയാം. സ്റ്റോപ്പ് പറയുമ്പോൾ നമ്മൾ
ആ സ്റ്റോപ്പ് ചെയ്ത കാർഡ് എന്ന് പറയുന്നത് 9 ഓഫ് ഹാർട്സ് ആയിരിക്കും. ഓക്കെ, ഒന്നുകൂടെ കാണിച്ചു തരാം. അതായത് താഴെ ഇരിക്കുന്ന 9 ഓഫ് ഹാർട്സ് നമ്മൾ എടുക്കുന്നു, കുറച്ച് കാർഡ് താഴെ നിന്ന് എടുക്കുന്നു, സ്റ്റോപ്പ് പറയാം. ശരിക്കും ആക്ച്വലി മുകളിൽ നിന്നാണ് കാർഡ് പോകുന്നത്. എന്നിട്ട് അവർ കാണിച്ചു കൊടുക്കുമ്പോൾ താഴത്തെ 9 ഓഫ് ഹാർട്സ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ കാർഡ് ഏതാണെന്ന് നോക്കുമ്പോൾ 9 ഓഫ് ഹാർട്സ് ആണെന്ന് പറയത്തുള്ളൂ വരും. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോഴ്സിങ് ടെക്നിക്ക് എളുപ്പമായിട്ട് പഠിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ലാന്ന് കാണിച്ചു കൊടുത്താൽ ആക്ച്വലി ഞാൻ ഫസ്റ്റ് കുറച്ച് കാർഡ്സ് ഇത് ആക്ച്വലി ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാർഡ് ആക്ച്വലി സെൻട്രലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫാസ്റ്റായിട്ടൊന്ന് റിഫിൽ ചെയ്തു, തുടക്കത്തിൽ നിന്ന് റിഫിൽ ചെയ്തു, കുറച്ചൊന്ന് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. സെൻട്രലുള്ള കുറച്ച് കാർഡ്സ് അങ്ങ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. പക്ഷേ നമ്മളത് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ കാർഡ് ശ്രദ്ധിക്കത്തില്ല. ആക്ച്വലി അവർ ശ്രദ്ധിക്കത്തില്ല. നമ്മൾ പറയാണ് അതായത് ഇതിൽ കാർഡ് ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ അവരത് വിശ്വസിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ടെക്നിക്കാണ്. ഇതിൻ്റെ അകത്ത് ഇല്ല എന്ന് അവർ എല്ലാ കാർഡൊന്നും ചെക്ക് ചെയ്ത് നോക്കാൻ പോകണല്ലോ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഈ കാർഡ്സ് എടുത്ത് ആലോചിക്കാം. ഓക്കെ, പിന്നെയാണ് നമ്മൾ പറയുന്നത് അതായത് എൻ്റെ ഷൂസിൽ ഈ കാർഡ് ഇരിപ്പുണ്ട്. ഞാൻ ആദ്യമേ വന്നപ്പോൾ ഈ ഷൂസ് ഞാൻ ഇട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഷൂസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ അവരുടെ അറ്റൻഷൻ ഷൂസിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ കയ്യിലൊന്നുമില്ല എന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഷൂസ് അഴിക്കുക. അപ്പോൾ നമുക്ക് ഇത് പരമാവധി അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ നോക്കാം. ഷൂസ് അഴിപ്പിക്കുന്നത് നമ്മൾ ജസ്റ്റ് കാലുകൊണ്ട് ഊരി കഴിഞ്ഞാൽ അവർക്ക് അപ്പം തന്നെ അതിൽ ഒരു കാർഡ് കാണാൻ സാധിക്കും. ഓക്കെ, നമ്മൾ കയ്യിലൊന്നുമില്ല നേരത്തെ കാണിച്ചു കൊടുക്കുക. കംപ്ലീറ്റ്ലി ഫുൾ പ്രൂഫായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഇനി നമുക്ക് കാർഡ് അവരുടെ അടുത്ത് എടുക്കാൻ ആവശ്യപ്പെടാം. ഓക്കെ, കാർഡ് എടുക്കാൻ ആവശ്യപ്പെടുന്നു. ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഓക്കെ, എന്നിട്ട് അവരുടെ അടുത്ത് കാർഡ് എടുക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇവർ കാർഡ് എടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അവസാനത്തെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അതായത് ഇതിൻ്റെ അകത്ത് ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ഇതിൽ നിന്ന് കാർഡ് എടുക്കുന്നു, അത് 9 ഓഫ് ഹാർട്സ് ആയിരിക്കും. കാരണം ഒരു ഫോഴ്സാണ്, സിമ്പിൾ ഫോഴ്സാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ